നമസ്കാരം. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ഒപ്പിടാനുള്ള കേരള സർക്കാരിൻ്റെ തിടുക്കത്തിലുള്ള നീക്കം ഭരണപക്ഷമായിട്ടുള്ള LDFിൽ മാത്രമല്ല CPM എന്ന പാർട്ടിക്കുള്ളിലും അസാധാരണമായ ആഭ്യന്തര സംഘർഷങ്ങൾക്കാണ് തിരികൊളുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതികളിൽ ഒപ്പുവയ്ക്കുമ്പോൾ ദേശീയ തലത്തിൽ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന CPMൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇത് സൃഷ്ടിച്ചത്. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നതോടെ പ്രതിരോധത്തിലായ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനും പദ്ധതിയുടെ തുടർ നടപടികൾ മരവിപ്പിക്കാൻ നിർബന്ധരാകേണ്ടി വന്നു. ഈ തിരിച്ചടി മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയോടും കേന്ദ്രവുമായുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നതിലെ സമീപനത്തോടുമുള്ള പാർട്ടിക്കുള്ളിലെ എതിർപ്പ് ആളിക്കത്തിക്കാൻ കാരണമായി. തൽഫലമായി കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി എടുത്ത ഈ തീരുമാനം പാർട്ടി തത്വങ്ങളെ മറികടന്നുള്ള നടപടിയായി ദേശീയ നേതൃത്വം വിലയിരുത്തുന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു തിടുക്കപ്പെട്ട നീക്കം നടത്തിയതിൻ്റെ പിന്നിലെ പ്രധാന കാരണം കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുള്ള താല്പര്യമാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. സാമ്പത്തികമായ കാര്യങ്ങൾക്കും വിവിധ പദ്ധതികൾക്കുമുള്ള കേന്ദ്ര സഹായത്തെ സംസ്ഥാനം ആശ്രയിക്കുമ്പോൾ കേന്ദ്രഭരണ നേതൃത്വത്തെ അലോസരപ്പെടുത്താതിരിക്കേണ്ടത് അത് സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി കരുതുന്നതായിട്ടും സൂചനകളുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെതിരെയും CPM നേതാക്കൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ എടുക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു ദാസ്യ മനോഭാവത്തോടെ അല്ലെങ്കിലും സൗഹൃദപരമായിട്ടുള്ള സമീപനം നിലനിർത്തേണ്ടത് തന്ത്രപരമായി പ്രധാനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരിക്കാം. എന്നാൽ ഈ നിലപാട് പാർട്ടി ലൈനിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇത് CPM എന്ന ദേശീയ പാർട്ടിയുടെ സംഘപരിവാർ വിരുദ്ധ നിലപാടിന് കളങ്കമുണ്ടാക്കിയെന്നും കേരളത്തിലെ CPM ഘടകം RSSന്റെ പാഠ്യപദ്ധതിക്ക് വഴി തുറക്കാൻ ശ്രമിച്ചുവെന്നും വിമർശകർ ആരോപിക്കുന്നു. ഈ വിവാദത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി നടത്തിയ പ്രതികരണമാണ് പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകൾ പരസ്യമാക്കി മാറ്റിയത്. മുന്നണിയിലെ കൃത്യമായ കൂടിയാലോചനകൾ നടത്താതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ശരിയായ നടപടിയല്ലെന്നും ഇത് ഒഴിവാക്കേണ്ട സാഹചര്യമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഈ ഒരു പ്രസ്താവന അത് കേവലം ഒരു നയപരമായിട്ടുള്ള വിമർശനത്തിന് അപ്പുറമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ശക്തമായ രാഷ്ട്രീയ പ്രത്യാക്രമണമായിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. മുൻപ് AKG മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബേബിയെ പിന്നിൽ നിന്ന് അപമാനിച്ചുവെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കെ ഈ വിഷയം പിണറായി വിജയൻ തൻ്റെ വ്യക്തിപരമായ എതിരാളികളെ അവഗണിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് ചിലർ കാണുകയാണ്. ദേശീയ തലത്തിൽ പാർട്ടിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിലൊന്ന് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും പാർട്ടി മര്യാദകളെ ലംഘിച്ച നേതാവിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്ന വ്യക്തമായ സൂചനയാണ് MA ബേബി ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഈ രാഷ്ട്രീയ പ്രതിസന്ധി പാർട്ടിക്കുള്ളിലെ പിണറായി വിരുദ്ധ ചേരിക്ക് ഉണർവ് നൽകിയിട്ടുണ്ട്. MA ബേബിയുടെ നേതൃത്വത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയോട് നേരത്തെ തന്നെ വിയോജിപ്പുള്ളവരും ഒക്കെ തന്നെ ഒന്നിച്ചു ചേരാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ PM ശ്രീ വിവാദം സംസ്ഥാനത്ത് കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ MA ബേബി ആലപ്പുഴയിലെത്തി G സുധാകരനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. പാർട്ടിക്കുള്ളിലെ അതൃപ്തരെയും മുൻനിരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നേതാക്കളെയും ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ നിലവിലെ സ്വാധീനത്തെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. ഈ നീക്കങ്ങൾ വിജയിക്കുകയാണെങ്കിൽ CPM കേരള ഘടകത്തിന് നിലവിലത്തെ ശക്തി കേന്ദ്രത്തെ ദുർബലപ്പെടുത്താനും പാർട്ടിയിൽ ഒരു ഭരണ നേതൃത്വ മാറ്റത്തിന് സാധ്യത ഒരുക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഈ ധാരണാപത്രം മരവിപ്പിക്കാൻ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തു നൽകിയെങ്കിലും PM ശ്രീ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ പൂർണ്ണമായി തടയാൻ കേരളത്തിന് കഴിയില്ലെന്ന് പാർട്ടിക്കുള്ളിലെ വിമത പക്ഷത്തിന് നന്നായി അറിയാം. കേന്ദ്ര സർക്കാർ ഈ ആവശ്യം അംഗീകരിക്കാൻ സാധ്യതയില്ല. നിലവിലെ മരവിപ്പിക്കൽ ഒരു താൽക്കാലിക ഇടവേള മാത്രമായി കണക്കാക്കി ഈ വിഷയത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുത്ത് മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് പിണറായി വിരുദ്ധ ടീമിൻ്റെ നീക്കം. വരും ദിവസങ്ങളിൽ പാർട്ടി പ്രവർത്തകരും അണികളും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന നേതാക്കളെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങൾ സജീവമായേക്കാം. ഇത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെന്ന് അറിയപ്പെടുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമങ്ങൾക്ക് ഒരുപക്ഷെ വഴിവെക്കാം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയം CPM കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായ ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പരസ്യ വിമർശനം മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ദേശീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ചേക്കാം. പാർട്ടിക്കുള്ളിലെ ഈ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ദേശീയ നേതൃത്വം പുനർവിചിന്തനം നടത്തിയേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളോടെ ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ നേതൃനിരയെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായാൽ കേരള രാഷ്ട്രീയത്തിൽ സമീപഭാവിയിൽ തന്നെ നിർണായകമായ സംഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ലെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പൊതുവെയുള്ള വിലയിരുത്തൽ.